ഞാൻ ചോദിക്കട്ടെ, ഈ റസ്മിനും ജാസ്മിനും അവിടെ അടിപൊട്ടി ബഹളമായി, ഈ അൻസിബ എന്തിനാണ് കരയുന്നത്? എനിക്ക് മനസ്സിലായില്ല. അവിടെ കരഞ്ഞ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നുണ്ട്, അതെന്തിനാണെന്ന് അറിയില്ല. നോറ അപ്പുറത്തെ വശത്ത് കിടന്ന് കരയുന്നുണ്ട്. ഇനി ശ്വേത വന്ന കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. ശ്വേത വന്നു ആ ഒരു ഡയമണ്ടുമായിട്ട്. അതിന്റെ പവർ എന്താണ്, അത് എവിടെയാണ് വെച്ചേക്കണത്, അതിനൊരു കാവൽക്കാരനെയും കൂടെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആരെന്നറിയാമോ കാവൽക്കാരൻ? ജിൻഡോ. വേറൊരു ടാസ്ക് കൊടുത്തു. ആർക്ക്? ഋഷിക്ക്. പവർ റൂമിൽ കയറുന്ന ടാസ്ക്. പക്ഷെ പുള്ളിക്കാരനത് കഴിഞ്ഞില്ല. അതിന്റെ വേറൊരു ടാസ്ക് ആണ് ആർക്ക് കൊടുത്തത്? ജാസ്മിന്. അതാണ് ഇപ്പം ഈ ഒരു അവസ്ഥയിലായി മാറിയിരിക്കുന്നത്. ഈ ജാസ്മിൻ സാബു മോന്റെ കയ്യിൽ എന്താണ് കൊടുത്തിട്ട്, മാലയാണോ? നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഹോൺ അടിക്കുന്നു. നമ്മുടെ അടിയുടെ വീഡിയോ അവിടെ കടന്നു. അതിന് മുന്നേ വേറൊരു വീഡിയോ ഉണ്ടായിരുന്നു, ശ്വേതയുടെ എൻട്രി. അത് പറയാം. ഹോൺ അടിക്കുന്നു, എല്ലാവരും കാത്തിരിക്കുകയാണ്. അലക്സാണ്ട്ര രാജകുമാരി ആരായിരിക്കും? ആദ്യം ശ്വേത വരെയാണ്. ഇത് തന്നെയാണ്, കയ്യാണ് വെച്ചു കൊടുക്കണം. സംസാരം ഹലോ പോലും ഇല്ല. അപ്പൊ റസ്മിൻ തന്നെ ആദ്യം ചാടി വീഴുന്നു. അത് കഴിഞ്ഞ് ഈ കൈ. ഓക്കെ, ഓരോരുത്തർക്കും ഓരോ കൈ വെച്ച് കൊടുത്തോണ്ടിരിക്കുകയാണ് ശ്വേത. അങ്ങനെ ഓരോ കൈ വെച്ചിട്ട് അങ്ങനെ എല്ലാവരും ചാടി വീണ് പിടിക്കുന്നുണ്ട് കയ്യിൽ. അത് കഴിഞ്ഞ് ഓക്കെ, എനിക്ക് റൂമൊക്കെ ഒന്ന് കാണണം. ഓക്കെ, റൂം കാണാൻ കൊണ്ടു. ഓക്കെ, ഇത് നെസ്റ്റ് ആണ് മാഡം. ഓക്കെ, ഇത് പവർ. ഓ, പവർ റൂം. ഓക്കെ, പവർ റൂം. ഓക്കെ, പവർ റൂമിൽ കയറാൻ പാടില്ല. ഓക്കെ, എന്നാൽ എനിക്ക് കയറണം. റൂൾസ് ഒക്കെ ബ്രേക്ക് ചെയ്യാനുള്ളതാണ് എന്ന് പറയുന്നു. ഓ, ഇത് പണി പാളി. എൻ്റെ ഇടയിൽ കൂടെ ഇത് ഡെൻ. ഓക്കെ, ഡെൻ കണ്ടു, നെസ്റ്റ് കണ്ടു, പവർ കണ്ടു. എന്നാൽ എനിക്ക് കയറേണ്ടത് പവർ റൂമിലാണ്. വരൂ, എല്ലാവരും പോകുന്നു. അങ്ങനെ നമ്മുടെ HR ഋഷി. ഇതാണ് HR ഋഷി. ഇതാണ് HR ഋഷി മാഡം. ഓ, HR എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റി. അല്ല, ഹ്യൂമൻ റിസോഴ്സ് മാഡം. ഹ്യൂമൻ റിസോഴ്സ്. ഋഷി HR അല്ലേ? ഋഷി, എനിക്കൊരു കാര്യമുണ്ട്. എനിക്ക് പവർ റൂം കാണണം. ഓക്കെ, എനിക്ക് പവർ റൂം യൂസ് ചെയ്യണം. എനിക്കത് കാണണം എന്നുണ്ട് അകത്ത് കയറിയിട്ട്. പ്ലീസ് പ്ലീസ് ഋഷി. അപ്പോൾ അഭിഷേക് അപ്പുറത്ത് കൺട്രോൾ കൺട്രോൾ. ഋഷി, HR അല്ലേ? അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം സാധിച്ചു തരില്ലേ? എനിക്ക് ആകെ ഇഷ്ടപ്പെട്ടത് ഈ ഒരു പവർ റൂമാണ്. പവർ റൂം കയറി കണ്ടേ പറ്റൂ. അപ്പോൾ മാഡം, പവർ റൂം പിന്നെ എനിക്ക് അറിയത്തില്ല. അപ്പോൾ അഭിഷേക്, കൺട്രോൾ കൺട്രോൾ. അത് പിന്നെ അത് ഭയങ്കര വലിയ സംഭവമാണ് മാഡം, അത് റൂളാണ് മാഡം. അത് പറയല്ലേ, അത് നമ്മളിവിടെ എനിക്ക് കാണണം മതി. ജസ്റ്റ് കണ്ടാൽ മതി, വേറൊന്നുമില്ല. എനിക്കത് കാണണം. അത് എനിക്ക് ഋഷിയാണ് ചെയ്തു തരേണ്ടത്. ഓക്കെ ഓക്കെ, ഇത് കിച്ചണാണ് മാഡം. ഓക്കെ, ചായ ഉണ്ട്. ഓക്കെ, ഞാൻ പറയാൻ മറന്നുപോയി. എനിക്ക് വേണ്ടി ആര് കുക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ പറയും. ബൈ ദ ബൈ, എനിക്ക് ഗ്ലൂട്ടൻ അലർജിയാണ്. സോ നോ ലാക്ടോസ്. ഓക്കെ, ഐ വോണ്ട് ഡെൻ റൂം. എനിക്ക് ഡെൻ റൂം വേണം കേട്ടോ. ഓക്കെ, വരൂ, പുറകെ വരൂ. അപ്പോഴത്തേക്ക് ഉടനെ തന്നെ ജിൻഡു, മാഡം, മാഡത്തിൻ്റെ കളിമണ്ണ് ഞാൻ കുറേ തവണ കണ്ടിട്ടുണ്ട്. വിച്ച് കളിമണ്ണ്? ഞാൻ അലക്സാണ്ട്ര രാജകുമാരിയാണ്. ഓക്കെ, ഓ അങ്ങനെയാണല്ലേ. നമുക്ക് വൈകുന്നേരം ടാസ്ക് കഴിഞ്ഞ് രാത്രി സംസാരിക്കാം. അതന്നെ. ഓ, അപ്പോഴത്തേക്ക് അതിനിടയ്ക്കുള്ള മുറ്റത്ത് കുറച്ച് പേരുണ്ട് ഇവിടെ നിന്ന് അടിച്ച് പുറത്താക്കിയ മണ്ടത്തരം കാണിച്ച് സ്വയം രാജിവെച്ച് പുറത്തു പോയ ടീംസ്. അതിൽ സായിക്ക്, മാഡം മാഡം നമ്മളിവിടെ ഉണ്ട് മാഡം. പുറത്ത് കാണാനും പറ്റുന്നില്ലല്ലോ. അപ്പം അപ്സര മണ്ടത്തരം കാണിച്ചിട്ട് ഓരോന്ന്. മാഡം, ഞാനിവിടെ ഉണ്ട് മാഡം. എനിക്ക് ശ്വേത ചേച്ചിയെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കൂടെ മറ്റേ ഡാൻസിങ് സ്റ്റാർസിലൊക്കെ ഉണ്ട്, ഭയങ്കര രസമായിരുന്നു. പക്ഷെ ഇവിടുന്ന് കാണാനും പറ്റണില്ല. നമ്മളെയൊക്കെ ക്യാമറ എടുക്കണുണ്ടോന്നോ. ടാസ്കും കളിക്കാൻ പറ്റില്ല, കയ്യിൽ രത്നം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടാ. ഞാൻ അപ്പോഴേ പറഞ്ഞാണ് 20 കോയിന് വേണ്ടി വെറുതെ കിടന്നിട്ട് മാഡം എന്നൊക്കെ പറഞ്ഞ് പുറത്ത് കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇത് എന്താണിത്? ഫ്രണ്ടിൽ ഡ്രസ്സ് കൂട്ടിയിട്ടേക്കുന്നു. ഓക്കെ, ഹൗസ് കീപ്പിംഗ് വളരെ മോശമാണ്, ഞാൻ പേയ്മെന്റ് കട്ട് ചെയ്യും. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ സായി അപ്സരയും, ഈ ഹോട്ടൽ മോശമാണ് മാഡം, ഈ ഹോട്ടൽ വളരെ മോശമാണ്. നിങ്ങൾ ആരാണ്? നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് പുറത്താക്കപ്പെട്ട ആൾക്കാരാണ്, നമ്മൾ നിർദ്ദയം പുറത്താക്കി, മോശമാണ്. അത് കഴിഞ്ഞ് ഓക്കെ, സിജോ, മാഡം നമസ്കാരം മാഡം, ഞാൻ ഇവിടുത്തെ മസാജറാണ്. എനിക്ക് സം തെറാപ്യൂട്ടിക് ട്രീറ്റ്മെൻറ്റ്സ് വേണം. ഐ വോണ്ട് ഓൾസോ എൻ്റർടൈൻമെൻറ്റ്. തെറാപ്യൂട്ടിക് എൻ്റർടൈൻമെൻ്റ് ആണ് എനിക്ക് വേണ്ടത്. മസാജ് വിത്ത് മ്യൂസിക്. ഓക്കെ, എന്ത് വേണോ തരാം മാഡം. ഓക്കെ, താങ്ക് യു. ഓക്കെ, ലീവിംഗ് ഏരിയയിൽ ബിഗ് ബോസ് വിളിക്കുന്നു. എല്ലാവരും പോയി അവിടെ ഇരിക്കുന്നു. പണക്കിഴി എടുത്ത് ഋഷി ശ്വേതയുടെ കൈ കൊടുക്കുന്നു. ഇതാണ് പണക്കിഴി. പെഡസ്ട്രിയലിൽ ഇനി എൻ്റെ കയ്യിലുള്ള സാധനം കാണണ്ടേ? ഇതാണ് എൻ്റെ കയ്യിലുള്ള ഡയമണ്ട്. ഓക്കെ, ഇത് ഞാൻ റൂമിൽ വെക്കും.
തൽക്കാലത്തേക്ക് ആർക്കും എൻ്റെ റൂമിലേക്ക് പ്രവേശനമില്ല. പക്ഷെ ഇപ്പൊ ആ റൂമിനകത്ത് നിറച്ച ആൾക്കാരാ. ഇപ്പൊ ആർക്കും എൻ്റെ റൂമിൽ പ്രവേശനമില്ല. ഞാൻ തീരുമാനിക്കും ആര് വരണം വേണ്ടയോ എന്നുള്ളത്. ഓക്കെ, അത് പെഡസ്ട്രിയലിരിക്കും. ഇതിന്റെ പവർ അറിയാലോ. ശരി, അത് കഴിഞ്ഞ് എല്ലാവരും പോയി. ശ്വേതേ സാബു ചേട്ടാ എന്തൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ? ഇവിടെ പിന്നെ ഭയങ്കര കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഫുൾ കംപ്ലീറ്റ് ആയി മനസ്സിലാക്കി എടുത്തു കേട്ടോ, ശ്വേതേ സാബുവും കൂടി. അപ്പം ഓക്കെ 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 ജാസ്മിൻ ഡാൻസ് കളിക്കുമല്ലോ മോളെ? കളിക്കും. എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഞാൻ റോബോട്ടാണ്, റോബോട്ട് പോലെ ചെയ്യാം. ഓക്കെ, കണ്ണോട് കാണുമ്പോഴെല്ലാം ഡാൻസ് ഒരു 5 മിനിറ്റ്സ് തരാം, പ്രിപ്പയർ ചെയ്തിട്ട് എൻ്റെ മുന്നിൽ കളിക്കണം കേട്ടോ. ഓക്കെ, പറയൂ സാബിച്ചേട്ടാ, പിന്നെ എന്തൊക്കെയാണ് വിശേഷം? ഇവിടെ പിന്നെ എല്ലാവരും, പിന്നെ ആ ജിൻഡോയും ജാസ്മിനും ഒടുക്കത്തെ ഇതാണ് കേട്ടോ. ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട് ഇവർ രണ്ടെണ്ണത്തെ ഒന്നിച്ച് നിർത്തരുതെന്ന്, കാര്യം നിങ്ങളുടെ പണി പാളും. അതാണ് സംഭവം. അപ്പോൾ സിജോയ്ക്കും സായിക്കും വയ്യ. എന്തായിരുന്നാലും നമ്മുടെ ഇപ്പോഴത്തെ നിലവിലെ പവർ ടീം എന്ത് വന്നാലും മാറിക്കൊടുക്കൂല. അവർക്കെതിരെ ഒരു സ്ട്രോങ് ടീമിനെ നമുക്ക് നിർത്തണം. അത് നമുക്ക് ചെയ്യാം. നിലവിൽ സിജോയ്ക്കും വയ്യ, സായിക്കും വയ്യ. ജിൻഡോനെയാണ് ഞാൻ നോക്കി വെച്ചേക്കണത്. ആണോ? ഞാനും നോക്കാം. ജിൻഡോ എങ്ങനെയുണ്ട്? ജിൻഡോ എന്തും ചെയ്തോളും. പറഞ്ഞു കൊടുക്കാനൊക്കെ ചത്ത് കളഞ്ഞ് ചെയ്തോളും. ഓക്കെ, ശരി ശരി ശരി. അപ്പം അങ്ങനെ നോക്കാം. അത് അങ്ങനെയാണ്. ഓക്കെ, ശരി ശരി ശരി. ഋഷി, എന്താ മാഡം? എനിക്ക് പവർ റൂമിൽ കയറുമെന്ന് പറഞ്ഞിട്ട് എന്തായി? എനിക്ക് പവർ റൂമിൽ താമസിക്കണ്ട, എനിക്ക് കയറി കണ്ടാൽ മതി. അയ്യോ മാഡം അത് റൂളാണ്. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് താമസിക്കണ്ട, കയറി കണ്ടാൽ മതി. പോയി ചോദിച്ചിട്ട് വരൂ പ്ലീസ്, ഇത് ടാസ്ക്കാണ്. അപ്പോൾ ഋഷി പോയിട്ട് ആൻസിബ ഒക്കെ അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കിച്ചൺ ടീമിൽ. എടിയെ ഒന്ന് പവർ റൂമിൽ കയറണമെന്നാണ് പറയുന്നത്, പക്ഷെ ടാസ്ക് അയ്യോ കയറാനൊന്നും പറ്റത്തില്ല ആൻസിബ. എന്ത് കയറാൻ പറ്റുമെന്ന്? എന്നിട്ട് വേണം നമുക്ക് വല്ല കുറ്റം വരാൻ വേണ്ടി നമ്മുടെ പേരിൽ. അതൊന്നും പറ്റത്തില്ല, നമ്മുടെ തലയിൽ വരും. അപ്പോഴത്തേക്ക് അഭിഷേക്, എടി വിസിറ്റ് ചെയ്യാൻ കുഴപ്പമില്ലല്ലോ, വിസിറ്റ് ചെയ്യാം, താമസിക്കാതിരുന്നാൽ പോരെ. അപ്പം അൻസിബ, ഇതെന്തോന്ന് വിസിറ്റ് ചെയ്യാൻ ആർട്ട് ഗാലറിയോ? അതൊന്നും വേണ്ട, ബിഗ് ബോസ് പറഞ്ഞാൽ നമ്മൾ അകത്ത് കയറ്റും, അങ്ങനെ പറഞ്ഞാൽ മതി. നമ്മളെ കൊണ്ടൊന്നും പറ്റത്തില്ല പവർ റൂം കയറ്റാൻ വേണ്ടി. അപ്പം ഋഷി തിരിച്ചു പോകണം. മാഡം അത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, എന്തായാലും താങ്കൾക്ക് ടാസ്ക് കളിക്കാൻ പറ്റിയില്ല, യു ഫെയിൽഡ്. ഓക്കെ ഓക്കെ. ഇനി അടുത്ത് ജാസ്മിൻ, എല്ലാവരും റീവിംഗ് റൂമിൽ കൊണ്ടുവരുത്തി ഇരുത്തുക കേട്ടോ. അത് കഴിഞ്ഞാണ് ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫുഡ്, സായിയുടെ ടീമും അപ്സരയുടെ ടീമും അപ്പോഴും പുറത്താണ്. ഹലോ, നമ്മളിവിടെ ഉണ്ട് പുറത്ത്. നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാം. ഫുഡ് വന്ന് കൊടുക്കുന്നു. ഇത് ഗസ്റ്റിന് വെച്ച ഫുഡിന്റെ ബാക്കിയാണ്. അപ്പോൾ ഉടനെ നന്ദന, അയ്യോ ഫുഡിന്റെ ബാക്കിയാ, താ വാങ്ങരുത്, ഫുഡ് വാങ്ങരുത്, നമ്മുടെ പ്രതിഷേധമാണ്. നമ്മൾ ഈ ഫുഡ് വാങ്ങി കഴിക്കാൻ പാടില്ല. അത് പിന്നെ ഫുഡ് കണ്ടിട്ട് കൊതി വരുന്നത്, മേടിച്ചു പോരുത്, നമുക്കുണ്ടാക്കിയ ഫുഡ് മാത്രം മതി. ആണാ? പക്ഷെ ഞാൻ കഴിക്കണേലും വല്ല കുഴപ്പമുണ്ടാ? എല്ലാത്തിനും നമ്മൾ 20 കോയിൻസിന് വേണ്ടി എല്ലാം കളഞ്ഞ് പുറത്ത് കൊതുകടിയും കൊണ്ടാണ് നിൽക്കുന്നത്. ബാത്റൂമിൽ പോലും പോകാൻ പറ്റുന്നില്ല. ആരുമില്ല, ടാസ്കിലും ഇല്ല, മാണിക്കക്കല്ലും രത്നവും ഒന്നുമില്ല, ഒന്നുമില്ല. ശ്വേത ചേച്ചി വന്നിട്ട് കാണാൻ പോലും, അടുത്തിരിക്കാൻ പോലും പറ്റിയിട്ടില്ല. എന്തോന്ന് എന്ന് പറഞ്ഞിട്ട് പുറത്ത് കിടപ്പുണ്ട് കുറേ പേര്. അത് കഴിഞ്ഞിട്ട് ജിൻഡോ, കമോൺ, എങ്ങനെയുണ്ട് ജിൻഡോ? എങ്ങനെയാണ് ഗെയിം പോകുന്നത്? ചേച്ചി ഞാൻ സേഫാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, ജിൻഡോനെയാണ് ഞാൻ ഏൽപ്പിക്കാൻ പോകുന്നത്. ഈ ഒരു ഡയമണ്ടിന് കാവൽ നിൽക്കാൻ വേണ്ടിയിട്ട് ജിൻഡോനെ ഞാൻ ഏൽപ്പിക്കും. ജിൻഡോ നോക്കിക്കോണം. ഓക്കെ, ആര് കയറാതെ ജിൻഡോ നോക്കണം. ശരി മാഡം. ഇതിനെ എടുക്കാൻ വേണ്ടി ഇരുന്നതാണ്, ഇനിയിപ്പോൾ കാവൽ കേൾക്കേണ്ടി വരുമല്ലോ. അങ്ങനെയാണ്. അത് കഴിഞ്ഞാണ് ജാസ്മിൻ്റെ ഈ പ്രശ്നങ്ങളും വഴക്കുമൊക്കെ. അപ്പം ഞാൻ ആലോചിക്കുന്നത് ഈ അൻസിബ എന്തിനാണ് കരയണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ ജാസ്മിനും റസ്മിൻ തമ്മിലല്ലേ പ്രശ്നം ഉണ്ടായത്. അത് കഴിഞ്ഞ് റസ്മിൻ അവിടെ ഇരുന്ന് പറയുന്നുണ്ട്, നിനക്ക് എപ്പോൾ നോക്കിയാലും ഗബ്രി 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 ഗബ്രി, എൻ്റെ കാര്യം ആര് നോക്കും? ഞാനല്ലേ നിന്റെ കൂടെ നിന്നത്. അതിൻ്റെ ഇടയിൽ കൂടെ നോറ അവിടെ കിടന്ന് കരയാണ്, എൻ്റെ തലയിൽ പേരെന്ന് പറഞ്ഞു, എൻ്റെ തലയിൽ പേരെന്ന് സാവിച്ചേട്ടൻ പറഞ്ഞു. നോറയുടെ ഒരു പ്രശ്നമുണ്ട്, എന്ത് കുറ്റം ഉണ്ടെങ്കിലും കരഞ്ഞു കഴിഞ്ഞാൽ അത് നള്ളിഫൈ ചെയ്ത് പോകും. അതാണ് നോറയുടെ ഒരു ഗെയിം വരുന്നത്. അൻസിബ എന്തിനാണ് കരയുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു തരണേ. അത് കഴിഞ്ഞ് സാബു നമ്മുടെ ജാസ്മിൻ്റെ എന്തോ മാല കൊണ്ടിട്ട് വെച്ചല്ലേ, അതും തപ്പി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.